എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ്, മറ്റു നാട്ടുകാർ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകരെ, ഞാനിന്ന് ലൈവിൽ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 9/10/2025 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നരുവാമൂടി ജംഗ്ഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ നിരാഹാരം അനുഷ്ഠിക്കുകയുണ്ടായി. ശബരിമല ക്ഷേത്രം സുപ്രീം കോടതി ഏറ്റെടുക്കുകയും CBI അന്വേഷണം ആവശ്യം ഉചിതമാണ്, അത് നടപ്പിലാക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ നിരാഹാരം നടത്തിയത്. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ സ്ട്രിക്റ്റായി കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് ഒരു 50% എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത്രയെങ്കിലും കേസ് ഒരു SITയെ പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ SIT റിപ്പോർട്ട് നൽകാത്തതിൻ്റെ പേരിൽ പലരും ജാമ്യത്തിൽ പുറത്തു വന്നു. അവർ തെറ്റുകാരാണോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതിനി കോടതിയിൽ വരുമ്പോൾ വക്കീലിനെയൊക്കെ വച്ച് വാദിച്ച് പൈസയുടെ പണത്തിൻ്റെ കഴിവ് പോലെ അവർ തെറ്റുകാരല്ല എന്ന് പറഞ്ഞ് പുറത്തു വരും. രണ്ടാമതായി EDയെ നിയോഗിച്ചേക്കുകയാണ്, കേന്ദ്ര ഏജൻസി. ഇവിടെ രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ പകപോകൽ നടത്താതെ ശബരിമല വിഷയത്തിന് അടിയന്തരമായി, ഇത് ജനങ്ങളുടെ അമ്പലമാണ്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയെന്ന് പറയുന്നത് ദേവസ്വം ബോർഡായിരിക്കാം, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുമായിരിക്കാം. പക്ഷേ ഈ അമ്പലമെന്ന് പറയുന്നത് ജനകോടികൾ വണങ്ങുന്ന ശ്രീധർമ്മശാസ്താവിൻ്റെ അമ്പലമാണ്. ഈ ശ്രീധർമ്മശാസ്താവ് ഇതിൽ കൊള്ള നടത്തിയ എല്ലാവർക്കും അസ്ത്രം അയച്ചിട്ടുണ്ട്. ആ അസ്ത്രം നെഞ്ചിൽ തറച്ചിട്ടുമുണ്ട്. ഇനി അത് തിരിച്ച് കക്കിയാൽ മാത്രമേ വലിച്ചൂരിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ, ഹൈക്കോടതി, സുപ്രീം കോടതി, രാഷ്ട്രപതി എന്നിവരോടായി എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാനൊരു 2ാം ഘട്ട സമരത്തിലേക്ക് പോകുന്നതിലേക്ക് ആലോചിക്കുകയാണ്. CBI അന്വേഷണം വരണം, സുപ്രീം കോടതി ശബരിമല ഏറ്റെടുക്കണം. ഈ 2 ആവശ്യങ്ങളാണ് എൻ്റെ പ്രധാന ആവശ്യങ്ങൾ. മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ മുന്നോട്ട് വരട്ടെ എന്ന് ശ്രീധർമ്മശാസ്താവിനോട് ഈ നല്ലൊരു ദിനത്തിൽ, മധ്യാഹ്നം ആയു നല്ലൊരു ദിനത്തിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിനോടും നാട്ടുകാരോടും രാഷ്ട്രീയക്കാരോടും മന്ത്രിമാരോടും പാർട്ടിക്കാരോടും എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. CBI വരണം, കേസ് അന്വേഷിക്കണം, സുപ്രീം കോടതി ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കണം. ശബരിമല ക്ഷേത്രത്തിൽ പോകുന്നതിന് 4 ചുറ്റും വൻമലകളാണ്, വൻകാടുകളാണ്. ഇവിടെ പല വഴിക്ക് അസ്ത്രങ്ങൾ വന്ന് പലരുടെയും നെഞ്ചിൽ താഴ്ച്ചിട്ടുണ്ട്. അത് ഉണ്ണിപ്പോറ്റിയാവാം, അത് മുരാരിയാവാം, അത് തന്ത്രിയാവാം, അത് കടകംപള്ളിയാവാം, അത് വാസവനാകാം,
അത് പ്രശാന്താവാം, ആരായിരുന്നാൽ പോലും അതിനെ ഊരിയെടുക്കണമെങ്കിൽ അത് സത്യസന്ധമായി കക്കി വയ്ക്കണം ജനങ്ങളുടെ മുന്നിൽ. എന്നാൽ മാത്രമേ അതിന് ആ അസ്ത്രം വലിച്ചൂരിയെടുക്കാൻ കഴിയത്തുള്ളൂ. എന്ത് പണമുണ്ടായിട്ടും കാര്യമില്ല. ഒരു IPSകാരൻ്റെ അച്ഛനെ കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ശവം പോലെ ഇട്ടിരുന്നു. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ, ഹൈക്കോടതിയെ കബളിപ്പിക്കാൻ? അവസാനം എന്തായി? അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ബഹുമാന്യരായ കള്ളന്മാരോട് ഞാൻ പറയുന്നു, അതങ്ങ് കക്കിയിടുക, കക്കിയിട്ടിട്ട് മാപ്പപേക്ഷിക്കുക. ഇത് CBI അന്വേഷിക്കണം, ഇത് സുപ്രീം കോടതി ഏറ്റെടുക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് നല്ലൊരു ദിനമായ ഈ ദിവസത്തിൽ മധ്യാഹ്നത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്. അതുപോലെ തന്നെ ബഹുമാനിയ ദേവസ്വം ബോർഡ് പുതിയ പ്രസിഡൻറ്റ് ജയകുമാർ സാർ അവറുകളോട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം, 18-ാം പടി നടയിൽ വൻ തിരക്കുകൾക്കിടയിൽ കുഞ്ഞു മാളികപ്പുറത്തമ്മമാരും കുഞ്ഞ് കന്നി അയ്യപ്പന്മാരും എണീക്കാൻ വയ്യാത്ത വികലാംഗരും അമ്മുമ്മമാരായ അപ്പുപ്പന്മാരായ അയ്യപ്പന്മാരും ഈ തിരക്കിനിടയിൽ 18-ാം പടി കയറുന്നതിന് ബഹുമാനപ്പെട്ട എൻ്റെ ആദരണീയനായ, എനിക്ക് നേരിട്ടറിയാവുന്നുള്ള എൻ്റെ ജയകുമാർ സാറിനോട് ഞാനൊരു അഭ്യർത്ഥനയായി പറയുന്നു. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദിവസം 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഇവർക്ക് പ്രത്യേകമായി, മറ്റാരെയും കയറ്റിവിടാതെ ഇവർക്ക് പ്രത്യേകമായി 18-ാം പടി കയറുന്നതിനുള്ള സംവിധാനം ഒരുക്കി നൽകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അത് അയ്യപ്പൻ്റെ അനുഗ്രഹത്തിൽ അത് നടക്കട്ടെ, അത് ഉണ്ടാകട്ടെ എന്നുള്ള നല്ലൊരു പ്രാർത്ഥനയോടുകൂടി സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നന്ദി, നമസ്കാരം.